കാണുന്ന ജംഗ്ഷനാണ് നമ്മുടെ മരട് ജംഗ്ഷൻ. നമ്മളെ തൃപ്പൂണിത്തുറയിൽ നിന്നും നമ്മളെ കുണ്ടന്നൂരിൽ നിന്നൊക്കെ വരുമ്പോഴുള്ള ജംഗ്ഷനാണ് മരട് ജംഗ്ഷൻ. ഇത് മരട് അമ്പലം. ഈ വഴിയാണ് നമുക്ക് കയറേണ്ടത്. ഞാനൊന്ന് കാണിക്കുകയാണ്. ഈ വഴി നമ്മൾ വണ്ടി എടുക്കുന്നു, ഇതിങ്ങനെ കയറുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ട വഴി. നമ്മളെ പ്ലോട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇത് മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രം. ഈ വഴിക്കാണ് കയറേണ്ടത്. ഇപ്പോൾ ഇത്രയും അടുത്താണ്. ഇത് അമ്പലത്തിൽ നിന്നുള്ള വഴിയാണ് കേട്ടോ. ഇത് ഈ വഴി ഇങ്ങനെ കയറുമ്പോഴാണ്. ഇതാണ് മരട് അമ്പലം. ഓക്കെ, ഇത് മരട് അമ്പലമാണ്. അപ്പോൾ ഇത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വീതിയുള്ള നല്ല വഴിയാണ്. നമസ്കാരം, ശ്രീജിയാണ്. MKS പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്കും വീഡിയോയിലേക്കും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ മരടാണ്. മരട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മരട് എന്ന് പറഞ്ഞാൽ നമ്മളെ കുണ്ടന്നൂരിൽ നിന്നും, അതായത് കുണ്ടന്നൂരിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന വഴിക്ക് ജംഗ്ഷനാണ്. അടുത്ത ജംഗ്ഷൻ, തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ് മരട് ജംഗ്ഷൻ. നമ്മൾ ബൈപ്പാസിൽ നിന്ന്, അതായത് ബൈപ്പാസ് അല്ല, NH നിന്ന് നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ 1.5 കിലോമീറ്ററും അധികം ഇല്ല, കഷ്ടി 1.5 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ മരട് ജംഗ്ഷൻ വരുന്നത്. മരട് ജംഗ്ഷനിൽ നമുക്കൊരു അമ്പലമുണ്ട്, കൊട്ടാരം ഭഗവതി ക്ഷേത്രം. ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കയറുമ്പം തന്നെ, അവിടെ നിന്ന് കയറി ഒരു 500 മീറ്റർ മാറുമ്പോൾ നമുക്കൊരു പ്ലോട്ട്, ഗംഭീരമായൊരു പ്ലോട്ടാണ്. ഗേറ്റഡ് ആയിട്ട് 1 ഏക്കർ പ്ലോട്ട് നമുക്കുണ്ട്. ഈ പ്ലോട്ട് 1 ഏക്കർ പ്ലോട്ട് നമ്മൾ വില്ല പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലോട്ട് തിരിച്ച് വിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത്. ഇത്രയും നല്ലൊരു കിടിലം പ്രോപ്പർട്ടി മരട്, അതായത് കുണ്ടന്നൂർ. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് പക്ക പൊരേടാണ്. ലാൻഡ് എന്ന് പറയുന്നത് പൊരയോടാണ്. ഒരു കൺവേർട്ടഡ് ലാൻഡോ അല്ലെങ്കിൽ പാടോ അങ്ങനെയുള്ള ഒന്നുമല്ല, ഫില്ലിംഗ് ലാൻഡോ അങ്ങനെ ഒന്നുമല്ല. പ്യുവർ പൊരേടമായിട്ടുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ദയണ്ട, ഇവിടെ എല്ലാം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ചുറ്റും വീടാണ്. ഇത്രയും ഗംഭീരമായിട്ടുള്ള 1 ഏക്കർ സ്ഥലം, 5 മീറ്റർ വഴിയോടെ ഡ്രെയിനേജ് സംവിധാനം, ഇതെല്ലാം ഡ്രെയിനേജ് ഇട്ടിക്കുകയാണ്. ഈ ഡ്രെയിനേജ് സംവിധാനത്തോടെ കൂടെ മൊത്തം 1 ഏക്കർ സ്ഥലം ഫുള്ള് ഗേറ്റഡ് ആണ് കേട്ടോ. ഫുള്ള് ഈ 1 ഏക്കർ ഫുള്ള് കവേർഡ് ആണ്. ഒരു സ്ഥലം പോലും ഗേറ്റ് മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ എൻട്രൻസ് കാണിച്ചാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് 4 മുതൽ 4 സെൻറ്റ്, 5 സെൻറ്റ്, 6 സെൻറ്റ്, 10 സെൻറ്റ്, ഇനി നിങ്ങൾക്ക് എത്ര ആയിക്കോട്ടെ അത്രയും സെൻറ്റ് നിങ്ങൾക്ക് മേടിക്കാം. ഈ പ്ലോട്ടാണ് ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ കാണുന്ന ഈ പ്ലോട്ട്, കിണർ ഇവിടെ ഉള്ള ഈ ഒരു പ്ലോട്ടാണ്. പക്ഷേ ഈ പ്ലോട്ട് സെയിലായിട്ടുണ്ട്. ഇവിടെ ഒരു 5 സെൻറ്റ് ഈ പ്ലോട്ട്, അതായത് കിണർ നിൽക്കുന്ന ഒരു പ്ലോട്ട് സെയിലായിട്ടുണ്ട്. ഡ്രെയിനേജ് സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലോട്ട് നമുക്ക് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടും വെസ്റ്റ് ഫേസിംഗ് ആയിട്ടും പ്ലോട്ടുകൾ അവൈലബിൾ ആണ്. പിന്നെ 2 പ്ലോട്ട്, ഒരു 2-3 പ്ലോട്ട് നമുക്ക് വടക്കോട്ട് ദർശനമായിട്ടും കിട്ടും. അങ്ങനെ ഇനി ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അടിപൊളി കിട്ടിലം പ്ലോട്ടുകളാണ് കേട്ടോ. 5 മീറ്റർ വഴിയാണ്. അത് ഈ കുറ്റി ഇരിക്കുന്ന മുതൽ ഈ ഡ്രൈനേജിൻ്റെ ഈ കുറ്റി ഇരിക്കുന്ന വരെ 5 മീറ്റർ വീതിക്കാണ് നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് ഈ പ്ലോട്ടിൻ്റെ ഇൻസൈഡ് വഴി കൊടുത്തിരിക്കുന്നത്. 5 മീറ്റർ വഴിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഈ പ്ലോട്ടിൻ്റെ എൻഡാണ്. ഇവിടെ നമ്മൾ എൻഡ് ചെയ്യുന്നു. ഇവിടെ മുതൽ ഡ്രൈനേജ് സ്റ്റാർട്ട് ചെയ്യും. ഡ്രൈനേജ് ഓൾറെഡി ഈ ഡ്രൈനേജ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് അങ്ങറ്റം വരെ ഈ ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കിടിലമായിട്ടുള്ള ഒരു പ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളെ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NH നമ്മൾ NH47 നമുക്ക് വെറും 1.5 കിലോമീറ്റർ മാറി നമ്മുടെ തൃപ്പൂണിത്തുറയ്ക്ക്, ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് എനിക്ക് ഹാർഡ്ലി ഒരു 2 കിലോമീറ്റർ അത്രേ വരുള്ളൂ കേട്ടോ. മിനി ബൈപ്പാസിലേക്കും അധികം ദൂരമില്ല. അത്രയ്ക്കുള്ളൊരു കിടിലം പ്ലോട്ടാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ ഭാഗത്തോ അല്ലെങ്കിൽ മരട് ഭാഗത്തോ ഒരു പ്ലോട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ നമ്മളെ വിളിക്കുക. ഇനി ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കൂടി ഞാൻ പറയാം. ഇതിൻ്റെ പ്രൈസാണ്. ഇത് പെർ സെൻറ്റ്, ഒരു സെൻറ്റിന് 13 ലക്ഷം രൂപയാണ്. ഇത് സ്റ്റാർട്ടിംഗ് ആണ്, നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസാണ്. ഈ വീഡിയോ ഇനി 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക്, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ഇതേ പ്രൈസിന് കിട്ടുമെന്ന് ചിന്തിക്കരുത്. ഞാൻ ഇപ്പോഴത്തെ റേറ്റാണ് പറയുന്നത്. അത് കാര്യം നമ്മൾ പ്ലോട്ട് കൊടുക്കുമ്പോഴേ നമ്മൾ ഡെവലപ്പിംഗ് അനുസരിച്ച് ഈ റോഡില്ലേ, ഇത് നമ്മൾ അടുത്ത ആഴ്ച ടൈലിടും, ഇൻ്റർലോക്ക് ചെയ്യും. അപ്പോൾ അതിനുള്ള കോസ്റ്റെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ റേറ്റാണ് ഞാൻ പറയുന്നത്.
ഇപ്പോഴത്തെ റേറ്റിൽ ഈ പ്ലോട്ടിന് നമ്മൾ വിൽക്കുന്ന റേറ്റ് 13 ലക്ഷം രൂപയാണ്. സ്ലൈറ്റ് നെഗോഷ്യബിൾ ആണ്. 13 ലക്ഷം രൂപയ്ക്കാണ് ഈ പ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ. ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. കണ്ടോ, എൻട്രൻസ് കയറി റെസിഡൻഷ്യൽ ഏരിയ വേണ്ട. ഇത് നമ്മളിവിടെ തന്നെ പ്ലോട്ടിൻ്റെ ഇവിടെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്ലോട്ടിൻ്റെ സ്കെച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ലൈസൻസ്, മുനിസിപ്പാലിറ്റി ലൈസൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ലേഔട്ട്, പ്ലാനും സ്കെച്ചും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്നാൽ അറിയാൻ പറ്റും. അത്രയും കിടിലമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ്, പക്ക റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഇതെല്ലാം ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. ഈ എൻട്രൻസിൽ നിന്ന് മെയിൻ റോഡ് ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇതൊന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ പ്ലോട്ടിലേക്കാണ്. കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ പ്ലോട്ട് ആരംഭിക്കുന്നത്. ഇതുവരെ ഡ്രൈനേജ് കൊടുത്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഡ്രൈനേജിൻ്റെ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഉച്ചയ്ക്കാണ്. കിഴക്ക് ദർശനമായിട്ടും പടിഞ്ഞാറ് ദർശനമായിട്ടും നമുക്ക് പ്ലോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും നല്ലൊരു പ്ലോട്ട്, ഗംഭീരമായിട്ടുള്ളൊരു കിടിലം പ്ലോട്ട് നിങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ അല്ലെങ്കിൽ നമ്മളെ മരടിൽ പർച്ചേസ് ചെയ്യാൻ ഒരു സുവർണ്ണ അവസരമാണ്. പെർ സെൻറ്റ് നമുക്ക് 13 ലക്ഷം രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 13 ലക്ഷം രൂപ സെൻറ്റിന് 4 സെൻറ്റ് മുതൽ 4, 5, 6, 8, 10 സെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് പ്ലോട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നല്ല പ്ലോട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. 5 പ്ലോട്ട് ഓൾറെഡി ഇപ്പോൾ ഇവിടെ വിറ്റ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. മൊത്തം 5 ഇപ്പോൾ വിറ്റിട്ടുള്ളൂ. 1 ഏക്കർ സ്ഥലമാണ്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ MKS പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള എന്താവശ്യത്തിനും എപ്പോഴും നിങ്ങൾക്ക് വിളിക്കാം, വിശ്വസിക്കാം. ആത്മാർത്ഥതയോടെ നല്ല പ്ലോട്ടും വീടുകൾക്കും നിങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നു. ഓക്കെ, അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ദിസ് ശ്രീജി സൈനിങ് ഓഫ്. ബൈ. മറക്കണ്ട, കിട്ടില്ല സാധനം കേട്ടോ, 13 ലക്ഷം രൂപയ്ക്ക്. മറക്കല്ലേ.